പച്ചക്കറികളോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതൊരു ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. അതുപോലെ ഉലുവ ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വരികയും ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് അധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് ഇതുപോലെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകൊന്നും ഒരുപാടങ്ങ് കൂടി പോകണ്ട. നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഒരുപാടങ്ങ് എരിവായി പോകണ്ട. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് ഞാൻ, അതുകൊണ്ടൊരു 10-12 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ, ഒരു 10-20 എണ്ണമൊക്കെ ചേർക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ സൈസിലുള്ളതായി കഴിഞ്ഞാലും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ട് ചേർക്കാൻ, അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് കറി. അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അതും വലിയ സൈസിലുള്ളതായതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തക്കാളി നമ്മൾ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ആ ഒരു തക്കാളീൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ മസാലപ്പൊടികളും ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ അളവിൽ ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു എരിവ് ഉണ്ടാകും ഇതിന്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും നമ്മളെ കറിക്ക്. ഇനിയിപ്പോൾ ഈ മസാലയെല്ലാം നല്ലപോലെ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ നമ്മളെ ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടീൻ്റെ പച്ചമണം അതുപോലെ തക്കാളീൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരണേ, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചതാണ്. അപ്പോൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിലും കുറച്ച് പുളി ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാടൊന്നും കൂടി പോകണ്ട. തക്കാളിയും ചേർക്കുന്നില്ല, അപ്പോൾ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടമാകും. അപ്പോൾ ഒരിത്തിരി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം സൈഡിൽ മതിയാകും. അതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം, ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിനും നമുക്ക് പുട്ടിൻ്റെ കൂടെ പോലും ഇത് കഴിക്കാൻ പറ്റും, കുറച്ചൊന്ന് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ നമ്മൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കുന്നതാണെങ്കിൽ ശർക്കരയായിരിക്കും കൂടുതൽ നല്ലത് ചേർക്കാൻ. അതുപോലെ തന്നെ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. നമ്മൾ ആ ഒരു പുളിയും അതുപോലെ തന്നെ എരിവും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ആ ഒരു ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലൊരു കറി മാത്രം മതിയാകും നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത്രയും ഒന്ന് വറ്റിയത് മതിയാകും. ഇനിയിപ്പോൾ ആ ഒരു ചട്ടീൻ്റെ ചൂടിന് തന്നെ ഒന്നും കൂടി വെള്ളം വലിയും. അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കറി വെക്കാൻ പച്ചക്കറികളില്ലെങ്കിലോ അതുപോലെ മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ നമുക്കിത് മാത്രം മതിയാകും ചോറിൻ്റെ കൂടെ. അപ്പോൾ ഞാനിനിയിപ്പോൾ ചട്ടിയിലിരുന്നിട്ട് ഒരുപാട് അങ്ങ് കുറുകണ്ടെന്ന് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചികരമായിട്ടും അതുപോലെ വെറൈറ്റി ആയിട്ടുമുള്ള ഈ ഒരു കറി നമ്മളെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഹെൽത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്